Please turn with me to Isaiah 53 verse 7. Isaiah 53 verse 7. യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. He was oppressed and he was afflicted, yet he opened not his mouth. He was led as a lamb to the slaughter, and as a sheep before its shearers is silent, so he opened not his mouth. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. May the name of the Lord be glorified. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. It gives me great immense and pleasure to stand in front of the saints here in this assembly. ഇവിടെയുള്ള വിശുദ്ധന്മാരുടെ മുമ്പാകെ ഇങ്ങനെ കർത്താവിന്റെ സാക്ഷിയായി നിൽക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. He was led as a lamb to the slaughter. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ പീഡിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർ കൊണ്ടുപോയി. And as a sheep before its shearers is silent, so he opened not his mouth. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ വായെ തുറക്കാതിരുന്നു. Isaiah 53 verse 7 is one of the most obvious and common verses that is used during worship. നാം ആരാധനയുടെ മധ്യത്തിൽ പലപ്പോഴും ഓർക്കുന്ന വേദഭാഗമാണ് യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം. It is one of the most clear and clear visualization of Christ as the Lamb. കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായ ഒരു ചിത്രമാണ് ഈ 7-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. Usually when animals are taken into slaughter, for example, let's say for example a chicken or a pig or a goat, there is always a situation of uneasiness. A situation of a lot of noise happening when it is taken to slaughter or when it is taken to a slaughterhouse. ഏതെങ്കിലും ആടിനെ പോലെയുള്ള ഏതെങ്കിലും ഒരു മൃഗത്തെ അതിനെ കൊല്ലുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ വലിയ ശബ്ദവും നിലവിളിയും ഒക്കെയും നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നു. Usually we see it in common. For example, in the chicken shop, whenever a hen, for example, chicken is taken for slaughter, there's a lot of noise, there's a lot of resilience against it being captured. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മൃഗത്തെ കൊല്ലുമ്പോൾ നമുക്കറിയാം അതിനെ വലിയ അതിനെതിരായിട്ട് പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. And Isaiah, knowing of course how the Israelites knew livestock very well, used the example of a lamb. അങ്ങനെയുള്ള ആ മൃഗങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ അറിവ് ഇസ്രായേൽ ജനത്തിന് ഉണ്ട് എന്നുള്ള പശ്ചാത്തലത്തിലാണ് ഇവിടെ പ്രവാചകൻ ഈ ഒരു കാര്യം ഒരു നിഴല് ഇവിടെ സൂചിപ്പിക്കുന്നത്. But comparing to any other livestock, for example like a pig or a goat or a chicken, when a lamb is taken to its slaughterhouse, it is very silent. എന്നാൽ മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ആടിനെ കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോൾ അത് മൗനമായിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. The lamb is surrendering itself to the sin of man. മനുഷ്യന്റെ പാപത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവകുഞ്ഞാടിന്റെ ചിത്രമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. It is submitting itself to the cruelty of man. മനുഷ്യന്റെ ക്രൂരതയ്ക്ക് ഒക്കെയും പരിഹാരമായിട്ട് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനായ യേശുക്രിസ്തു. And the lamb is a direct picture of our Christ. ആ കുഞ്ഞാട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഴലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Christ stood silent because Christ was going to bear the sins of ours. ആ മനുഷ്യന്റെ പാപത്തെ വഹിക്കുവാനായിട്ട് ഉള്ള ആ അവസ്ഥയില് കർത്താവ് നമുക്ക് വേണ്ടി മൗനമായി നിന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. What a beautiful silent Lamb of God. ദൈവത്തിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഒരു മൗനമായി നിന്ന കുഞ്ഞാടിന്റെ ചിത്രം. He remained silent for all of us. നമുക്ക് എല്ലാവർക്കും വേണ്ടി അവൻ മൗനമായി നിന്നു. When we go to Matthew 27:12, മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തില് when the chief priests and the elders were accusing him, മഹാപുരോഹിതന്മാരും മറ്റ് മതനേതാക്കന്മാരും അവനെ കുറ്റം ആരോപിച്ചുകൊണ്ടിരുന്നപ്പോൾ we read in verse 12, he answered nothing. നാം അവിടെ വായിക്കുന്ന അവൻ ഉത്തരമൊന്നും പറഞ്ഞില്ല എന്ന് വായിക്കുന്നു. Verse 14 we read, but he answered him not one word, so the governor marveled greatly. 14-ാം വാക്യം നമ്മൾ വായിക്കുന്ന അവൻ ഒരു വാക്കിനും ഉത്തരം പറയായികയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു. They accused him. അവര് കർത്താവിനെ കുറ്റം ആരോപിച്ചു. They spoke foul things about him. അവര് തെറ്റായ കാര്യങ്ങൾ കർത്താവിനെ എതിരായിട്ട് പറഞ്ഞു. But he remained silent. എന്നാൽ അവൻ മൗനമായി നിന്നു. When we go down to verse 31, 31-ാം വാക്യത്തില് and when they had mocked him, they took the robe off him, put his own clothes in him, and he led away to be crucified. അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി. A few months back when I was here, a young brother was sharing from the word on how when they mocked him, he remained silent.
ചില ആഴ്ചകൾക്ക് മുൻപ് ഒരു സഹോദരൻ ഇങ്ങനെ ഇവിടെ ഓർപ്പിക്കുകയുണ്ടായി, അവനെ പരിഹസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ മൗനമായി നിന്നു. Imagine it's the King of Kings, the creator of all, and a mere mankind is making fun of him. സകലത്തിന്റെയും സൃഷ്ടാവും ഉടയവനുമായ രാജാതി രാജാവ് അവന്റെ സൃഷ്ടികളാൽ അവൻ പരിഹാസിതനായി തീരുകയാണ്. Imagine in the current scenario, current world, we make fun of a king or we make fun of someone in authority. Do you ever think they will remain silent? നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യത്തിലെ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ നാം പരിഹസിച്ചാൽ അതിന്റെ അനന്തരഫലം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. Yet he remained silent for all of us. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി മൗനമായി നിന്നു. The silent Lamb of God. ദൈവത്തിന്റെ കുഞ്ഞാട് മൗനമായി നിന്നു. But brothers and sisters, that silence was broken. എന്നാൽ സഹോദരന്മാരെ, ആ മൗനത വെടിയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. My God, why hast thou forsaken me? എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്നുള്ള വലിയ നിലവിളി നമുക്ക് കേൾക്കാനായിട്ട് The സാധിക്കും. man of sorrows on the cross cried out. വ്യസനപാത്രമായി തീർന്നവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ നിലവിളിച്ചു. The Malayalam songwriter sings, I cannot describe the love of God. ആ പാട്ടിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവത്തിന്റെ സ്നേഹം എനിക്ക് വർണ്ണിപ്പാനായിട്ട് ആവില്ല എന്നുള്ളത്. The love that we did not deserve. നാം അർഹിക്കാത്ത ദൈവത്തിന്റെ സ്നേഹം. Yet he loved us. എന്നാലും ദൈവം നമ്മെ സ്നേഹിച്ചു. Yet he became the silent Lamb of God. നമുക്ക് വേണ്ടി ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് മൗനമായിട്ട് അവൻ നിന്നു. And one day we will see him face to face, and against the silence will be broken, and we will worship loud with our words. ഇനിയും അല്പകാലം കഴിഞ്ഞിട്ട് നാം നമ്മുടെ കർത്താവിനെ മുഖാമുഖമായി കാണും. നാം അവന്റെ സന്നിധിയിൽ ഉറക്കെ കർത്താവിനെ ആരാധിക്കുന്ന ഒരു ദിവസം വരുവാനായിട്ട് പോകുകയാണ്. Until that day, let's meditate and worship the silent Lamb. ആ ദിവസം വരുന്നത് വരെയും ഈ കർത്താവിനെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. May his name be glorified. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടാം.